Hi students, we'll go to some problems on the functions of a discrete random variable. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചത് റാൻഡം വേരിയബിളിനെ പറ്റിയിട്ടാണ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കത്തിനെ ബേസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എക്സ് വൈ എന്നൊക്കെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. റാൻഡം വേരിയബിൾസ് രണ്ട് ടൈപ്പിൽ ഉണ്ടാവും. ഒന്ന് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? റാൻഡം വേരിയബിൾ കൗണ്ടബിൾ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ കോമയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണ്. അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ആദ്യത്തേത് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന Px ആണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നാണ്. എക്സിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി. അതിനുശേഷം നമ്മൾ CDF അല്ലെങ്കിൽ DF ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിച്ചു. അതിനെ ക്യാപിറ്റൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. Okay, so let us go to the first question. Let capital X be the number of heads obtained when two coins are tossed simultaneously. Find the probability mass function. അതാണ് ഈ PMF എന്ന് പറഞ്ഞ് കിടക്കുന്നത് കേട്ടോ. Find the probability mass function and cumulative distribution function of X. Question വായിച്ചേ. Let X be the number of heads obtained when two coins are tossed simultaneously. എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് കോയിൻസ് ഒന്നിച്ച് ടോസ് ചെയ്യുമ്പം, ഓരോ കയ്യിൽ ഓരോ കോയിൻ വെച്ച് രണ്ട് കോയിൻസ് ഒന്നിച്ച് ടോസ് ചെയ്യുമ്പം കിട്ടാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് ഹെഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ റാൻഡം വേരിയബിൾ ആൻഡ് ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ റേഞ്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് കോയിൻ ഒന്നിച്ച് ടോസ് ചെയ്യാണ്. രണ്ട് കോയിൻ ഒന്നിച്ച് ടോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഔട്ട്കംസ് എങ്ങനെ വരും? രണ്ട് ഔട്ട്കം കൂടെ ഒന്നിച്ച് പറയും അല്ലേ? ഒരു കോയിന് ഹെഡ് വരാം, മറ്റേ കോയിലിന് ടെയിൽ വരാം. ഒരു കോയിലിൽ ടെയിൽ വരാം, മറ്റേതും ടെയിൽ വരാം. ഒരു കോയിലിൽ ഹെഡ് വരാം, മറ്റേതും ഹെഡ് വരാം. ഇങ്ങനെ സത്യത്തിൽ 4 ഔട്ട്കംസ് ആണ് ഇവിടെ ഉള്ളത്. എങ്ങനെ നമുക്ക് അതിനെ എഴുതാൻ പറ്റും? ദി ഔട്ട്കംസ് ഒബ്റ്റെയിൻഡ്. ഇങ്ങനെ നമുക്ക് ആ ഔട്ട്കംസിനെ എഴുതാൻ പറ്റും. കാരണം ഒന്നിച്ച് ടോസ് ചെയ്യുമ്പം ഫസ്റ്റ് കോയിന്റെയും സെക്കൻഡ് കോയിന്റെയും ഔട്ട്കം നമ്മൾ ഒന്നിച്ചാണ് എഴുതുന്നത്. അപ്പൊ HH എന്ന് വെച്ചാൽ ആദ്യത്തെ കോയിൻ ഹെഡ് തന്നു, രണ്ടാമത്തേതും ഹെഡ് തന്നു. അടുത്ത ഓപ്ഷൻ എന്താ? ഓർ ആദ്യത്തേത് ഹെഡ് കാണിക്കും, രണ്ടാമത്തേത് ടെയിൽ കാണിക്കും. ഓർ ആദ്യത്തേത് ടെയിൽ തരും, രണ്ടാമത്തേത് ഹെഡ് തരും. ഓർ രണ്ടും ടെയിൽ തരും. അപ്പൊ രണ്ട് കോയിൻ ഒന്നിച്ച് ടോസ് ചെയ്യുമ്പം ഈ 4 ഓപ്ഷൻസേ നമുക്കുള്ളൂ. ശരിയല്ലേ? ഇതിനപ്പുറത്തോട്ടൊന്നും വരില്ല. അപ്പൊ ആ ഓപ്ഷൻസിനെയാണ് നമ്മൾ HH, HT, TH, TT എന്ന് ഡിനോട്ട് ചെയ്തത്. ഇനി ഒന്നുകൂടെ എക്സ് എന്താന്ന് നോക്കിയേ. ഇങ്ങനെ ടോസ് ചെയ്യുമ്പം കിട്ടാൻ സാധ്യതയുള്ള ഹെഡിന്റെ എണ്ണമാണ് എക്സ്. അപ്പൊ ഇവിടെ എത്ര ഹെഡ് കിട്ടാം? ഇതാണ് ഓപ്ഷൻ എങ്കിൽ 2 ഹെഡ് കിട്ടും. രണ്ടും ഹെഡ് ആണല്ലോ. ഇവിടെ ആണെങ്കിൽ 1 ഹെഡ്, ഇവിടെ ആണെങ്കിൽ 1 ഹെഡ്, ഇവിടെ ആണെങ്കിൽ 0 ഹെഡ്. അപ്പൊ 2 കോയിൻ ടോസ് ചെയ്യുമ്പം കിട്ടുന്ന ഹെഡ്സിന്റെ എണ്ണമാണ് എക്സ് എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് ഈ 3 വാല്യൂസ് മാത്രമേ പറ്റൂ. ഏതൊക്കെയാണ്? എക്സിന് ഒന്നിൽ 0 ആകാം. എപ്പോഴാണ് എക്സ് 0 ആകുന്നത്? 2 കോയിനും ടെയിൽ തരുമ്പോൾ. അല്ലെങ്കിൽ എക്സിന് 1 ആകാം. എപ്പോഴൊക്കെയാണ് എക്സ് 1 ആകുന്നത്? ഈ 2 ഓപ്ഷനിലും എക്സ് 1 ആണ്. പിന്നെ ഈ ഓപ്ഷനിലാണെങ്കിൽ എക്സ് 2 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് അല്ലെങ്കിൽ റേഞ്ച് നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുകയാണ്.
രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡിന്റെ എണ്ണം ആയതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി 0, 1 or 2. 0 ആവുന്നത് TT എന്ന ഔട്ട്കം വരുമ്പം, 1 ആകുന്നത് TH or HT എന്ന ഔട്ട്കം വരുമ്പം, 2 ആകുന്നത് HH എന്ന ഔട്ട്കം വരുമ്പം. So that is the range of x's. X is equal to 0, 1 and 2. അപ്പൊ നമ്മളോട് എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്? എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം എക്സിന്റെ റേഞ്ച് എടുത്തത്. അപ്പൊ എക്സിന്റെ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? P of x is equal to probability of x equal to small x. അതായത് എക്സിന്റെ ഈ ഓരോ വാല്യൂസിന്റെയും പ്രോബബിലിറ്റി ആണ് അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ഡെഫിനിഷൻ എന്തായി മാറും? P of 0 ഈക്വൽ ടു P of x ഈക്വൽ ടു 0. എപ്പോഴാണ് എക്സ് 0 ആവുന്നത്? ഔട്ട്കം TT ആവുമ്പോൾ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 heads when 2 coins are tossed. അത് സംഭവിക്കുന്ന എപ്പോഴാണ്? ഔട്ട്കം TT എന്ന ഔട്ട്കം കിട്ടും. TT എന്നുള്ള ഔട്ട്കം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? നമ്മൾ 2 കോയിൻ ടോസ് ചെയ്യുമ്പം ആകെ 4 ഔട്ട്കംസ് ആണുള്ളത്. ഇതാ എടുക്കുന്നു അല്ലേ? ആകെ 4 ഔട്ട്കം. അതിലെ ഒരെണ്ണമാണ് TT. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ എന്ന ഡെഫിനിഷൻ അനുസരിച്ച് ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 4 ടോട്ടൽ കേസ്. ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. അതാണ് ഈ കിടക്കുന്നത് ഇവിടെ. ഇസ് ഈക്വൽ ടു 1/4. അതേപോലെ അടുത്തത് നോക്കൂ, രണ്ടാമത്തെ കേസ് വെൻ സ്മോൾ എക്സ് ഈക്വൽ ടു 1. സ്മോൾ എക്സ് ഈക്വൽ ടു 1 വരുമ്പം P of 1 ഈ ഡെഫിനിഷനകത്തോട്ട് സ്മോൾ എക്സിന് 1 ഇടുമ്പോൾ P of 1 കിട്ടും, വിച്ച് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. എപ്പോഴാണ് എക്സ് 1 ആകുന്നത്? 2 ഔട്ട്കംസിൽ, അതായത് TH or HT. TH എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി എന്താ? നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് THന്റെ പ്രോബബിലിറ്റി 1/4 ആണ്, HTയുടെ പ്രോബബിലിറ്റി 1/4 ആണ്. അപ്പോ 2ൽ ഓർ ഇട്ട് എഴുതുമ്പോൾ എന്താ വരിക? പ്രോബബിലിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണം. സോ അതിന്റെ P of 1ന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 പ്ലസ് 1/4 ഈക്വൽ ടു 1/2. ഇനി അതേപോലെ ലാസ്റ്റ് കേസ്, എക്സിന് 3 വാല്യൂസ് അല്ലേ ഉള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ 3 വാല്യൂസേ നമുക്ക് കിട്ടുള്ളൂ. എക്സ് ഈക്വൽ ടു 2 വരുമ്പം P of 2 is equal to P of x equal to 2. എപ്പോഴാണ് എക്സ് 2 ആവുന്നത്? ഔട്ട്കം HH ആവുമ്പം. HH എന്ന് പറഞ്ഞ ഔട്ട്കം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4 ഔട്ട്കത്തിൽ ഒരെണ്ണമാണത്. അതുകൊണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ വാല്യൂസ്. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ 1/4, എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ 1/2, എക്സ് ഈക്വൽ ടു 2 വരുമ്പോൾ 1/4. എക്സിന് ആകെ 3 വാല്യൂസിനെ പ്രോബബിലിറ്റി ഉള്ളൂ. ബാക്കി ഏത് വാല്യൂസ് എക്സ് എടുത്താലും നമുക്ക് പ്രോബബിലിറ്റി 0 കിട്ടുള്ളൂ. കാരണം ഈ കേസിൽ എക്സിന് അലൗഡ് ആയിട്ട് 3 വാല്യൂസേ ഉള്ളൂ, 0യും 1ഉം 2ഉം. അപ്പൊ നമുക്ക് ഇത്രയും വരെ എഴുതിയാലും നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. കുറച്ചുകൂടെ നന്നായിട്ട് ഇത് എഴുതാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ ക്ലബ് ചെയ്ത് എഴുതാം. That is Px is equal to 1/4 when x equal to 0, equal to 1/2 when x equal to 1, equal to 1/4. ആ കിട്ടിയേക്കുന്ന 3നെയും കൂടെ നമ്മൾ ഒന്നിച്ചെഴുതുന്നു എന്ന് മാത്രം. And is equal to 0 otherwise. ഇത്രയും ഇത് എഴുതണം എന്ന് നിർബന്ധമല്ല, പക്ഷെ ഇത്രയും കൂടെ എഴുതിയാൽ കുറെ കൂടെ നീറ്റായിട്ട് നമുക്കത് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയാണ് അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് ക്വസ്റ്റ്യനകത്ത്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ CDF ഓഫ് എക്സ്. അത് നോട്ടിനകത്തില്ല. നോട്ടിനകത്ത് എഴുതാത്തതിന്റെ കാര്യം ഐ വോണ്ട് യു പീപ്പിൾ ടു വർക്ക് ഇറ്റ് ഔട്ട്. അത് നമുക്ക് ചെയ്ത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അപ്പൊ നിങ്ങൾ അത് നോട്ട് പ്രിന്റ് ഔട്ട് എടുത്തതിന്റെ സൈഡിലോട്ട് അത് എഴുതണം, അല്ലെങ്കിൽ വേറൊരു പേജിൽ എഴുതി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മളൊരു ലൈൻ വരച്ചിട്ട് എക്സിന്റെ പോസിബിൾ വാല്യൂസ് എഴുതണം.
ഇവിടെ എക്സിന് 3 പോസിബിൾ വാല്യൂസേ ഉള്ളൂ, 0, 1 ആൻഡ് 2. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ റേഞ്ച് എടുക്കണം. ആ റേഞ്ച് ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? CDF അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 റേഞ്ച് ഉണ്ട്, 1, 2, 3 ആൻഡ് 4. ഇതിനെ നമ്മൾ എന്ത് എഴുതണം? എക്സ് ലെസ് ദാൻ 0. ഇതിനെ നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. എപ്പോഴും റൈറ്റ് സൈഡിൽ ഈക്വൽ ടു ഇടരുത് കേട്ടോ. ഇത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഇതെന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഈ റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത ശേഷം വേണം CDF ചെയ്യാനായിട്ട് വരാൻ. അന്ന് നമ്മൾ ചെയ്ത പോലെ ഒരു ടേബിൾ ആയിട്ട് എഴുതാം, അല്ലെ 1, 2, 3 എന്നിട്ടിട്ട് എഴുതാം. അപ്പൊ ഒന്നാമത്തെ കേസ് എന്താണ്? എക്സ് ലെസ് ദാൻ 0. നമുക്ക് വേണ്ടുന്നത് fx. സോ fxന്റെ ഡെഫിനിഷൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ നമ്മളുടെ എക്സ് ഇപ്പൊ ദാ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന എക്സിനെക്കാട്ടി കുറവായിട്ട് ഏതെങ്കിലും അലൗഡ് വാല്യൂ നമുക്കുണ്ടോ? നമുക്ക് എക്സിന് 3 വാല്യൂസേ ഉള്ളൂ, 0, 1, 2. ഇതൊന്നും ഇതിന്റെ പുറകിലല്ല, ഇതിനെക്കാട്ടിൽ ചെറുതല്ല. നമ്മുടെ കണ്ടീഷൻ എന്താണ്? എക്സിനെക്കാട്ടി ചെറുതായിട്ടുള്ള വാല്യൂവിന്റെ പ്രോബിലിറ്റി ആണ്. അപ്പൊ ഇവിടെയാണ് ഓൾറെഡി എക്സ് കിടക്കുന്നത്. ഇതിനെക്കാട്ടി ചെറുതായിട്ട് നമുക്ക് ഇനിയും വേറെ ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് ഇതിന്റെ പ്രോബിലിറ്റി ഓട്ടോമാറ്റിക്കലി 0 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസിലെ പ്രോബിലിറ്റി എന്തായാലും 0 ആയിരിക്കും. ഇനി നമ്മൾ കേസ് 2 എടുക്കുകയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അപ്പൊ അതായത് നമ്മളുടെ എക്സ് ഇപ്പൊ ദാ ഇവിടെയാണ് കിടക്കുന്നത്. ഇതാണ് കേസ് 2. ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് ക്യാപിറ്റൽ FXന്റെ ഡെഫിനിഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് ഇവിടെ കിടക്കുന്ന എക്സിനെക്കാട്ടി കുറവുള്ള വാല്യൂസിന്റെ പ്രോബബിലിറ്റി. എക്സ് ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെക്കാട്ടി കുറവായിട്ട് ഒറ്റ വാല്യൂ ഉള്ളൂ, 0. അപ്പൊ നമുക്ക് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയുന്നതിന് പകരം അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. എക്സ് ഈക്വൽ ടു 0യുടെ വാല്യൂ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിലായി? നമ്മുടെ PMF ആയി, അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 0യുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ദാ ഈ കിടക്കുന്ന വാല്യൂ 1/4. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതും. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ഇന്റർവെൽ എന്തായിരുന്നു? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇപ്പം മൂന്നാമത്തെ ഇന്റർവെൽ ഇവിടെ കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ കിടക്കുന്ന സമയത്ത് ക്യാപിറ്റൽ FX എന്താ? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ്, ആ സ്മോൾ എക്സിനെക്കാട്ടി കുറവായിട്ടുള്ള വാല്യൂസിന്റെ പ്രോബബിലിറ്റി. ഇവിടെയാണ് നമ്മുടെ സ്മോൾ എക്സ് ഇപ്പൊ കിടക്കുന്നതെങ്കിൽ അതിനെക്കാട്ടി കുറവായിട്ട് എക്സിന് ഏതൊക്കെ വാല്യൂസ് ആണുള്ളത്? ഇതുമുണ്ട്, ഇതുമുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 വാല്യൂസ് ആണ് ഉള്ളത്. അത് കോമ ഇട്ട് എഴുതി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആഡ് ചെയ്യാന്നാണ്. സോ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഈ വാല്യൂസ് അതിന്റെ PMF ന്ന് തപ്പിയെടുക്കണം. PMFലോട്ട് തിരിച്ചു പോയി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? 1/4. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്താണ്? 1/2. അപ്പൊ അത് രണ്ടും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് 1/4 പ്ലസ് 1/2 ഈക്വൽ ടു, അരയുടെ കൂടെ കാലും കൂടെ ചേർത്താൽ 3/4, 3/4. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ്. ലാസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എക്സ് 2ന് ശേഷം ദാ ഇവിടെ കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇന്റർവെൽ. അപ്പൊ അവിടെ കിടക്കുമ്പോൾ 4 എന്താണ്? റേഞ്ച് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. FX എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എഴുതി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഈ സ്മോൾ എക്സിനെക്കാട്ടി കുറവായിട്ടുള്ള വാല്യൂസ്. നമ്മുടെ സ്മോൾ എക്സ് ഇവിടെയാണ് ഇപ്പൊ കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കാട്ടി ചെറുതായിട്ട് നമ്മുടെ റാൻഡം വേരിയബിളിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ഇതുമുണ്ട്, 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 അല്ലെ? 3 വാല്യൂസും അതിനെക്കാട്ടി ചെറുതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, 1, 2. നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പം നമുക്ക് 3 PDF-ന്റെ വാല്യൂസും കൂടെ വരും. അതായത് എക്സ് ഈക്വൽ ടു 0യുടെ വാല്യൂ പ്ലസ് എക്സ് ഈക്വൽ ടു 1ന്റെ വാല്യൂ പ്ലസ് എക്സ് ഈക്വൽ ടു 2യുടെ വാല്യൂ. അതിപ്പോ എത്ര വരിക? 1/4 പ്ലസ് 1/2 പ്ലസ് 1/4. അതായത് സ്പ്ലിറ്റ് ചെയ്യുമ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1
പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇതിന്റെ വാല്യൂ 1/4 ആയിരുന്നു, ഇതിന്റെ വാല്യൂ 1/2 ആയിരുന്നു, അടുത്തതിന്റെ വാല്യൂ 1/4 ആയിരുന്നു. സം ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ റൈറ്റ് ദിസ് പോർഷൻ ഇൻ എ സെപ്പറേറ്റ് പേപ്പർ ആൻഡ് അറ്റാച്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കൂടെ ആവുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫെയർ ഡൈ ഈസ് ത്രോൺ. Fair die is thrown. Let x be the number appearing on the die. അല്ലെങ്കിൽ x be the face shown. ഒരു die roll ചെയ്യുമ്പം a die is rolled and let x be the face shown. കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. Capital F of 2, capital F of 5, probability of 2 less than x less than or equal to 5. 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആലോചിക്കേണ്ടത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റാൻഡം വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ റേഞ്ച് എഴുതുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ് എക്സ് ബി ദ നമ്പർ അപ്പിയറിംഗ് ഓൺ ദ ഡൈ. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്താ? ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ ഉള്ള നമ്പേഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡൈ റോൾ ചെയ്യുമ്പം ഇതിൽ ഏത് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പി എക്സ് എന്തായിരിക്കും? പി എക്സ് വിൽ ബി ഈക്വൽ ടു 1/6. ഓൾറെഡി നമ്മൾ എക്സാമ്പിളിൽ ചെയ്ത് കഴിഞ്ഞതാണ്. സിൻസ് ഡൈ ഇസ് ഫെയർ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓരോ വാല്യൂ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മൾ പി എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ റേഞ്ച് 1, 2, 3, 4, 5, 6 ആണ്. ഏത് വാല്യൂ കിട്ടാനും, നമ്പർ 1 കിട്ടാനും, ഒരു ഡൈ റോൾ ചെയ്യുമ്പം നമ്പർ 1 കിട്ടാനും 2 കിട്ടാനും 3 കിട്ടാനും ഉള്ള എല്ലാ നമ്പേഴ്സും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിയേക്കാണ്. അതിനെ ബേസ് ചെയ്ത് ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇവിടെ ആദ്യത്തെ 2 ക്വസ്റ്റ്യനും ക്യാപിറ്റൽ എഫ് ആണ്. ക്യാപിറ്റൽ എഫ് എന്തായിരുന്നു? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ആൻഡ് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ചോദിച്ചേക്കുന്നത് എഫ് ഓഫ് 2 ആണ്. അപ്പൊ ഈ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് 2 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ചിലുള്ളത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. 2നെ കാട്ടി ലെസ്സോ ഈക്വലോ ആകാം. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 വാല്യൂസ് ഇവിടെ ഉള്ളൂ. ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 1 ആൻഡ് 2. കോമയായിട്ട് എഴുതിയാൽ ഓർ ആണ്. ഓർ എന്ന് പറയുന്നത് എന്താ? addition ആണ്. So it is equal to probability of x equal to 1 plus probability of x equal to 2. എക്സിന്റെ വാല്യൂ 1 ആയാലും 2 ആയാലും 3 ആയാലും ഏതായാലും അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. സോ ഇറ്റ് ഈസ് 1/6 പ്ലസ് 1/6. അതാണ് ഈ എഴുതിയേക്കുന്നത് 2/6. ഓക്കെ, സോ ഇറ്റ് ഈസ് 2/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/3. ഇപ്പൊ എഫ് ഓഫ് 2യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആണ്. അടുത്ത ചോദിച്ചേക്കുന്നത് എന്താ? എഫ് ഓഫ് 5 ആണ്. എഫ് ഓഫ് 5 നമ്മളുടെ നേരത്തെ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? ആകെയുള്ള വാല്യൂ 1, 2, 3, 4, 5, 6 ആണ് അല്ലേ? ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1, 2, 3, 4, 5. അപ്പൊ 1, 2, 3, 4, 5 കോമ ഇട്ട് എഴുതിയാൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ വരണ്ടേ? It is equal to probability of x equal to 1 plus x equal to 2 plus etc. plus probability of x equal to 5. ഓരോന്നും 1/6 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/6 plus 1/6 plus etc. plus 1/6 it is equal to 5/6. അത് തന്നെയായിരുന്നു ഇവിടെ ആൻസർ ആയിട്ട് കിടന്നിരുന്നത്, 5/6. ഓക്കെ, ജസ്റ്റ് ഞാൻ മായിച്ചെന്നേ ഉള്ളൂ, കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻസർ വാസ് 5/6. ഇനി അടുത്തത് നോക്കി, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇന്റർവെല്ലിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 2 കഴിഞ്ഞിട്ട് സ്ട്രിക്ട് ലെസ് ദാൻ ആണ്, അവിടെ ഈക്വൽ ടു ഇല്ല കേട്ടോ. അതായത് 2ന്റെയും 5ന്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂസ്. പക്ഷെ 5ന് അവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 5നെയും കൂടെ ചേർക്കാം. അപ്പൊ നമ്മുടെ ഈ ടോട്ടൽ റേഞ്ചില് 2ന്റെയും 5ന്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2 എടുക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ സ്ട്രിക്ട് ലെസ് ദാൻ ആണ് കണ്ടോ. പക്ഷെ 5 എടുക്കാൻ പറ്റും. അപ്പൊ 2ന്റെ 5ന്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത്
3ഉം 4ഉം 5ഉം. അതാണ് ഈ കിടക്കുന്നത്. നേരത്തെ അതേ മെത്തേഡിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 എന്ന് വരും. അതിന്റെ ആൻസർ ആണ് 3/6. അപ്പൊ ഇതൊക്കെ ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇതിൽ ഇങ്ങനെ ഏത് പ്രോബ്ലം വേണേലും എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇവിടെ നമുക്കൊരു പിന്നെ എന്താ പറയാ, PMF is given. ഒരു റാൻഡം വേരിയബിളിന്റെ റേഞ്ചും അതിന്റെ പ്രോബിലിറ്റി വാല്യൂസും തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചേക്കാണ്. സോ ദ PMF ഓഫ് എ റാൻഡം വേരിയബിൾ എക്സസ്, കണ്ടോ, എക്സിന്റെ റേഞ്ച് വാല്യൂസും തന്നിട്ടുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും പ്രോബിലിറ്റി, ഓരോ കേസിലെയും PXന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. എക്സ് 0 ആകുമ്പോൾ 0.1, 1 ആകുമ്പോൾ 0.3, 2 ആകുമ്പോൾ 0.4, 3 ആകുമ്പോൾ 0.2. എപ്പോഴും നോക്കിക്കോണം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എപ്പോഴും 1 ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ പ്രോപ്പർട്ടി ഓർമ്മയില്ലേ, സമ്മേഷൻ ഓവർ എക്സ് P of x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഓർമ്മയുണ്ടല്ലോ. ടോട്ടൽ പ്രോബിലിറ്റി വിൽ ഓൾവേസ് ബി 1. ഇത് ആഡ് ചെയ്യുമ്പോഴും പ്രോബിലിറ്റിയുടെ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്താൽ 1 ആയിരിക്കും. തൊട്ട് മുന്നത്തെ കേസിൽ നോക്കി 1/6 ആണ്. എത്ര വാല്യൂസിനാണ്? 6 വാല്യൂസിന്. അപ്പൊ 6 പ്രാവശ്യം 1/6 ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും കേട്ടോ. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. സോ ഇവിടെ റാൻഡം വേരിയബിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, P of xന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. They are asking us to find f of 1, f of 2 and this probability. So consider f of 1. By definition, what is fx? Fx is equal to probability of x less than or equal to small x. So using this definition, what is f of 1? It is probability of capital X less than or equal to 1. Less than or equal to 1. X in the total range 0, 1, 2, 3 ആണ്. അപ്പോൾ അതിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 0യും വരും 1ഉം വരും. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു P of 0 plus P of 1. And what is P of 0? It is 0.1 and P of 1 is 0.3. That is why we are adding these two together. So the final answer is 0.4. Similarly, exactly in the same way, we are doing the next two sub-questions also. I'm not going to explain that because it's exactly the same thing that we have done before. Okay, just go through that. There is one more problem that I want you to do. So take a paper and write the PMF of a random variable capital X is as follows. Find K. Also find sub-question number 1, capital F of 5. Sub-question number 2, probability of 1 less than or equal to x less than or equal to 4. Number 3, probability of x greater than 3. And number 4, probability of x less than or equal to 2. And write the question. PMF in the values എഴുതാൻ പോകുന്നേ ഉള്ളൂ. Next write x. X in the നേരെ 0, 1, 2, 3, 4, 5. And the താഴെ P of x. P of x 0.1, 0.1 ആണ്. K 0.2, 0.2. ഇതൊക്കെ 0.2 ആണ്. 0.2. 0.1, 0.2. So this is a question. Question വായിച്ചേ. The PMF of a random variable x is as follows. ഈ താഴെ കിടക്കുന്നതാണ് അതിന്റെ PMF. ഈ ടേബിളിൽ ഉള്ളതാണ് എക്സിന്റെ റേഞ്ചും അതിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ വാല്യൂസും. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ്. ആദ്യം ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് നോക്കൂ, PMFനകത്ത് ഒരു അൺനോൺ കോൺസ്റ്റന്റ് കിടപ്പുണ്ട്, ഒരു കെ കിടപ്പുണ്ട്. അപ്പൊ ആദ്യം നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് കെ. അത് കഴിഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ there is a random variable x which takes a value 0, 1, 2, 3, 4, 5. Okay, അതിന്റെ ഓരോ കേസിലെയും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കെ ആണ്. ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി.
ഇതിനു വേണ്ടി ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി, അതായത് സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഏത് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂസ് അല്ലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതുപയോഗിച്ചാണ് നമ്മൾ ആദ്യം കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് വാട്ട് ക്യാൻ യു ഹാവ് ഹിയർ? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തേ. 0.1 പ്ലസ് കെ പ്ലസ് 0.2 പ്ലസ് 0.2 പ്ലസ് 0.1 പ്ലസ് 0.2 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇതെന്താണ്? ഇതിനകത്തെ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തേ. 0.1 പ്ലസ് 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8. കെ പ്ലസ് 0.8 എന്ന് പറയുന്നത് 1 ആണ്. ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തേ. ഇംപ്ലൈസ് k is equal to 1 minus 0.8 which is equal to 0.2. കണ്ടോ? ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ യുവർ എക്സാംസ്. അപ്പോൾ ഒരു PMF-നകത്ത് ഒരു അൺനോൺ കോൺസ്റ്റന്റ് വന്നാൽ ദി ഓൺലി മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ഇസ് ബൈ സോൾവിങ് ദി ഇക്വേഷൻ സമ്മേഷൻ പി എക്സ് ഇസ് ഈക്വൽ ടു 1. പി എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്ത് വേണം നിങ്ങൾ അൺനോൺ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ്? വി ഹാവ് കെ ഈക്വൽ ടു 0.2. അങ്ങനാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കെക്ക് പകരം ഇനി നമുക്ക് എന്ത് എഴുതാം? ആ ടേബിൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് എടുത്ത് എഴുതിയിട്ട് കെയുടെ സ്ഥാനത്ത് പുട്ട് 0.2. ഇത്രയും ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദീസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. വാട്ട് ഈസ് എഫ് ഓഫ് 5? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക്, കംപ്ലീറ്റ് ഇറ്റ്, ആൻഡ് വെൻ ഐ ആസ്ക് യു ഹാവ് ടു ഷോ ദ ഹോംവർക്ക് ടു മീ. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. സിമിലർ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മോഡലാണ്. സിമിലർ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദി എക്സാംസ്. ഓക്കെ, സോ ബാക്കി റിമൈനിങ് you have to do. But that's all for today's video. Thank you.